എല്ലാവർക്കും നമസ്കാരം. ടോപ്പ് ട്യൂഷനിന്റെ SSLC ഹിന്ദി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുട്ടികളെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു കഥയല്ല, ഒരു സംസ്മരണാണ്. സംസ്മരണം എന്ന് പറഞ്ഞാൽ ഓർമ്മക്കുറിപ്പ്. പ്രശസ്ത എഴുത്തുകാരിയായ ഗഗൻ ഗിൽ ഡൽഹിയിൽ വെച്ചുണ്ടായ അവരുടെ ഹൃദയത്തിൽ തൊട്ടൊരു അനുഭവമാണ് നമ്മളുമായി പങ്കുവയ്ക്കുന്നത്. പാഠത്തിന്റെ പേര് ദില്ലി മേം ഉനീന്ദേ, അതായത് ഡൽഹിയിലെ ഉറക്കമില്ലാത്തവർ. ആ പേര് കേൾക്കുമ്പോൾ തന്നെ എന്തോ ഒരു വിഷമം തോന്നുന്നില്ലേ? ഡൽഹി പോലുള്ളൊരു വലിയ നഗരത്തിൽ ആർക്കാണ് ഉറക്കം നഷ്ടപ്പെടുന്നത്? എന്തിനാണ് ഉറക്കം നഷ്ടപ്പെടുന്നത്? നമുക്ക് നോക്കാം. ഒരു സാധാരണ ദിവസം, ഫെബ്രുവരി മാസത്തിലെ ഒരു വൈകുന്നേരം. കാറ്റിൽ ചെറിയ തണുപ്പുണ്ട്. നമ്മുടെ എഴുത്തുകാരി ഗഗൻ ഗിൽ സാഹിത്യ അക്കാദമിയിൽ നിന്ന് കുറച്ച് പുസ്തകങ്ങളൊക്കെ വാങ്ങി ഒരു ഓട്ടോറിക്ഷയിൽ കയറുകയാണ്. അപ്പോൾ നമുക്ക് കഥയിലേക്ക് കടന്നാലോ? എഴുത്തുകാരിയെ ഒരു ഓട്ടോറിക്ഷയുടെ അടുത്തേക്ക് ചെന്ന് ചോദിച്ചു, പോകണോ? ഇരുന്നോളൂ എന്നയാൾ ആ ഓട്ടോ ഡ്രൈവർ പറഞ്ഞു. അവർ തന്റെ പുസ്തകങ്ങളൊക്കെ എടുത്ത് കഷ്ടപ്പെട്ട് ഓട്ടോയുടെ പിറകിലെ സീറ്റിൽ വെച്ചു. പക്ഷേ ഓട്ടോ എടുക്കാൻ അയാൾക്ക് അല്പം സമയമെടുത്തു. അയാളുടെ ഓരോ ചലനത്തിലും ഒരു വല്ലാത്ത ക്ഷീണം പ്രകടമായിരുന്നു. അയാൾ സീറ്റിന്റെ അടിയിൽ നിന്ന് കീറിയതും മുഷിഞ്ഞതും പകുതി കൈയുള്ളതുമായ ഒരു ബ്രൗൺ നിറത്തിലുള്ള സ്വെറ്റർ എടുത്ത് വളരെ പതുക്കെ ധരിക്കാൻ തുടങ്ങി. അപ്പോൾ എഴുത്തുകാരി അയാളുടെ മുഖത്തേക്ക് ശ്രദ്ധിച്ചിരുന്നില്ല. അവർ വിചാരിച്ചു, പിന്നെ നോക്കാം ഓട്ടോയുടെ ഡ്രൈവിംഗ് മിററിലൂടെ. ആ കണ്ണാടിയിൽ നോക്കുമ്പോൾ അയാളുടെ കണ്ണുകൾ കൂടുതൽ കുഴിഞ്ഞതായും മുഖത്തെ എല്ലുകൾ കൂടുതൽ പുറത്തേക്ക് തള്ളിയതായും കാണുമായിരിക്കും. വിശപ്പും അസുഖവും കൂടാതെ മറ്റെന്തോ ഒന്നുകൂടി ആ മുഖത്ത് കാണാനുണ്ടെന്ന് എഴുത്തുകാരിക്ക് തോന്നി. അതെന്തായിരിക്കും? ഒരു നിസ്സഹായതയോ അതോ പ്രതീക്ഷയില്ലായ്മയോ? നമുക്ക് നോക്കാം. അയാൾ ഓട്ടോ സ്റ്റാർട്ട് ചെയ്തു. ഓട്ടോ നീങ്ങിയതും അയാളുടെ ചുമയും തുടങ്ങി. നിർത്താതെയുള്ള ചുമ. അത് തണുപ്പുകൊണ്ടാണോ അതോ ഡൽഹിയിലെ ട്രാഫിക് ബ്ലോക്കിലെ പുക ശ്വസിച്ചിട്ടാണോ എന്ന് എഴുത്തുകാരിക്കും മനസ്സിലായില്ല. ഓട്ടോ മുന്നോട്ടു പോയിക്കൊണ്ടേയിരുന്നു. അയാളുടെ ചുമയും തുടർന്നുകൊണ്ടേയിരുന്നു. അപ്പോഴാണ് എഴുത്തുകാരി ആദ്യമായി അയാളുടെ മുഖം ഡ്രൈവിംഗ് മിററിലൂടെ കാണുന്നത്. അവർ സഹിക്കാൻ വയ്യാതെ പിന്നിലിരുന്ന് ചോദിച്ചു, ഈ ചുമ എപ്പോൾ മുതലുണ്ട്? അയാൾ മറുപടി പറഞ്ഞു, ഒരു 10-12 വർഷമായി കാണും. 10-12 വർഷമോ? അയ്യോ, കുട്ടികളെ, ഒന്ന് ആലോചിച്ചു നോക്കൂ. ഒരാൾ ഇത്രയും കാലം ചുമയുമായി ജീവിക്കുക? എഴുത്തുകാരി ഞെട്ടിപ്പോയി. അവർ വീണ്ടും ചോദിച്ചു, ഒരു ഡോക്ടറെയും കാണിച്ചില്ലേ? അയാളുടെ മറുപടി നമ്മുടെ എല്ലാം നെഞ്ചിൽ തറയ്ക്കുന്നതായിരുന്നു. അയാൾ പറഞ്ഞു, അതിന് പൈസയും വേണ്ടേ ചേച്ചി? ഹോ, എന്ത് കഷ്ടമാണല്ലേ! പണമില്ലാത്തതുകൊണ്ട് മാത്രം ചികിത്സിക്കാൻ കഴിയാത്ത എത്രയെത്ര ആളുകളുണ്ടാകും നമ്മുടെ നാട്ടിൽ. ആ ഒരു മറുപടിയിൽ അവരുടെ സംഭാഷണം അവിടെ നിന്നുപോയി. റോഡിൽ വാഹനങ്ങൾ ചീറിപ്പായുന്നു. ലോകം മുഴുവൻ അതിന്റെ തിരക്കുകളിലാണ്. രൂപയുടെ നാണയം എല്ലാവരെയും ഓടിക്കുകയാണ് എന്ന് എഴുത്തുകാരി ചിന്തിച്ചു. ചിലർക്ക് ആ നാണയം ഒരുപാട് കിട്ടുന്നു, മറ്റു ചിലർക്ക് വളരെ കുറച്ചു. അയാളുടെ ശ്വാസം മുട്ടുന്നുണ്ടായിരുന്നു. എഴുത്തുകാരി വീണ്ടും ചോദിച്ചു, നിങ്ങൾ എപ്പോഴാണ് ഡൽഹിയിൽ വന്നത്? 1979 എന്നയാൾ പറഞ്ഞു. വീടെവിടെയാണ്? അയാൾ ഓട്ടോ കണ്ണാടിയിലൂടെ എഴുത്തുകാരിയെ നോക്കിക്കൊണ്ട് പറഞ്ഞു, ഇത് തന്നെയാണ്. ഇത് തന്നെയെന്നോ? എഴുത്തുകാരിക്ക് ഒന്നും മനസ്സിലായില്ല. അവർ സംശയത്തോട് ചോദിച്ചു, നിങ്ങൾ ഉദ്ദേശിച്ചത് അന്നുമുതൽ നിങ്ങൾ ഈ റോഡിൽ തന്നെയാണെന്നാണോ? അതെ എന്നയാൾ പറഞ്ഞു. അതായത് കഴിഞ്ഞ 14 വർഷമായി അയാൾക്ക് സ്വന്തമായി ഒരു വീടില്ല. അയാൾ ഉറങ്ങുന്നത് ഈ ഓട്ടോറിക്ഷയിലാണ്. നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നുണ്ടോ? 14 വർഷത്തെ ഉറക്കമില്ലാത്ത നാത്രങ്ങൾ. എഴുത്തുകാരിക്ക് അയാളെ കണ്ടാൽ ഒരു പാവപ്പെട്ടവനാണെന്നോ നല്ല വസ്ത്രമില്ലെന്നോ പട്ടിണി കിടന്ന് ശീലിച്ചവനാണെന്നോ ഒക്കെ തോന്നും. പക്ഷെ ഒരു വീടില്ലാത്തവനായി, അതായത് ബേഘർ എന്ന് തോന്നുന്നേയില്ല. അവർക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ നിങ്ങൾ ഈ 3 അടി നീളമുള്ള പുറകിലെ സീറ്റിലാണോ ഉറങ്ങുന്നത്? അതെ. നിങ്ങളുടെ സാധനങ്ങളോ? അവർ ആകാംക്ഷയോട് ചോദിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞു, അതിന്റെ മുകളിലാണ് നിങ്ങൾ ഇരിക്കുന്നത്. അപ്പോഴാണ് എഴുത്തുകാരി ശ്രദ്ധിച്ചത്. അവരിയ്ക്കുന്ന സീറ്റിനടിയിൽ ഒരു പെട്ടിയുണ്ട്. ആ പെട്ടിയിലാണ് അയാളുടെ ലോകം. അതിലൊരു പുതപ്പുണ്ട്, ഒരു ജോഡി വസ്ത്രങ്ങളുണ്ട്, പിന്നെ ഒരു പാത്രവുമുണ്ട്. ആ പാത്രം വെള്ളം കുടിക്കാനും ഉപയോഗിക്കും, ഭക്ഷണം കഴിക്കാനും ഉപയോഗിക്കും. നിങ്ങൾ എവിടെ നിന്നാണ് ഭക്ഷണം കഴിക്കുന്നത്? ഏതെങ്കിലും ധാബയിൽ നിന്ന്. കുളിക്കുന്നതോ? പബ്ലിക് ടോയ്ലറ്റ് ഉണ്ട്, അല്ലെങ്കിൽ റോഡരികിൽ ഏതെങ്കിലും പൈപ്പിന്റെ ചുവട്ടിലിരുന്ന് കുളിക്കും. ഞായറാഴ്ചകളിൽ ഞാൻ പഞ്ചക്കുയാൻ റോഡിലാണ് കുളിക്കാറ്. അവിടെ എന്നെപ്പോലെ ഒരുപാട് പേർ വരാറുണ്ട്. അപ്പോഴേക്കും എഴുത്തുകാരുടെ വീടെത്തി. അവർ മീറ്റർ നോക്കിയപ്പോൾ വളരെ കുറഞ്ഞ ചാർജ്. അവർക്ക് സംശയമായി. മീറ്റർ ശരിയാണോ? അതെ മാഡം, കഴിഞ്ഞ 6 വർഷമായി ഒരു പൈസയുടെ വ്യത്യാസവും പോലും വന്നിട്ടില്ല. അയാൾ വളരെ സത്യസന്ധനായിരുന്നു.
ഓട്ടോയിൽ നിന്ന് ഇറങ്ങുമ്പോൾ എഴുത്തുകാരി അയാളോട് ചോദിച്ചു, നമുക്ക് നാളെ എപ്പോഴെങ്കിലും കാണാൻ പറ്റുമോ? എന്തിന്? അയാൾക്കറിയണമായിരുന്നു. എനിക്ക് നിങ്ങളെക്കുറിച്ച് എല്ലാം അറിയണം. അയാളുടെ അടുത്ത ചോദ്യം ഒരുപാട് അർത്ഥങ്ങളുള്ളതായിരുന്നു. അതുകൊണ്ടെന്തെങ്കിലും നടക്കുമോ? ഗവൺമെന്റ് എനിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുമോ? അപ്പോൾ ഓട്ടോക്കാരൻ ചോദിക്കുകയാണ്, എന്റെ കഥയൊക്കെ കേട്ടിട്ട് സർക്കാർ എനിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുമോ എന്ന്. പാവപ്പെട്ട ഒരു സാധാരണക്കാരന് ഭരണകൂടത്തിലുള്ള പ്രതീക്ഷയും അതേസമയം വിശ്വാസമില്ലായ്മയുമാണ് ആ ചോദ്യത്തിൽ. അങ്ങനെ ഉറപ്പൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ നിങ്ങൾ സംസാരിക്കാൻ തയ്യാറായാൽ നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് സാധാരണക്കാർക്ക് അറിയാൻ കഴിയും, എഴുത്തുകാരി പറഞ്ഞു. അതുകൊണ്ട് നിങ്ങൾക്കെന്ത് കിട്ടും? അയാൾക്ക് വീണ്ടും സംശയം. ഞാൻ എന്റെ ജോലിയാണ് ചെയ്യുന്നത്. ഞാനൊരു റേഡിയോയ്ക്ക് വേണ്ടി പ്രോഗ്രാം ചെയ്യുകയാണ്. അപ്പോൾ അയാൾ ചിന്തിച്ചിട്ട് പറഞ്ഞു, ശരി, എനിക്ക് കാര്യം മനസ്സിലായി. നിങ്ങളുടെ കയ്യിലും വലിയ അധികാരമൊന്നുമില്ല. നിങ്ങളും എന്നെപ്പോലെയാണ്. ഞാൻ റോഡിൽ സവാരിയെ തേടുന്നു, നിങ്ങൾ കഥകളെയും. എന്റെ കഥ കേട്ടാൽ നിങ്ങളുടെ ജോലി നടക്കുമെങ്കിൽ ഞാൻ വരാം. കുട്ടികളെ നോക്കൂ, ദാരിദ്ര്യത്തിലും അയാൾക്ക് മറ്റൊരാളുടെ ജോലി നടക്കണമെന്നുണ്ട്. എന്തൊരു നല്ല മനസ്സാണ്. അവർ പിറ്റേ ദിവസം രാവിലെ 10 മണിക്ക് കാണാമെന്ന് പറഞ്ഞ് പിരിഞ്ഞു. പിറ്റേ ദിവസം കൃത്യസമയത്ത് അയാൾ രാജാറാം എഴുത്തുകാരിയുടെ വീട്ടിലെത്തി. ഏകദേശം 5.5 അടി പൊക്കമുള്ള അയാളുടെ മെലിഞ്ഞ ശരീരം ആ വലിയ വീടിന്റെ വാതിൽക്കൽ വെച്ച് ഒന്ന് ചെറുതായതുപോലെ തോന്നി. അയാൾ സോഫയിലിരിക്കാൻ മടിച്ചു. എന്നിട്ട് താഴെ തറയിലിരുന്നു. ഞാനിവിടെ ഇരുന്നോളാം, എനിക്ക് നിങ്ങളുടെ സോഫ വൃത്തികേടാക്കാൻ താൽപ്പര്യമില്ല. അവന്റെ വാക്കുകളിലെ ആ അപകർഷതാബോധം കണ്ടോ? എഴുത്തുകാരി അവനൊരു ചായ കൊടുത്തു. അവർ സംസാരിക്കാൻ തുടങ്ങി. അയാളുടെ പേര് രാജാറാം എന്നായിരുന്നു. യുപിയിലെ ഉന്നാവ് എന്ന സ്ഥലത്തുനിന്നാണ് വരുന്നത്. എങ്ങനെയാണ് ഓട്ടോ ഓടിക്കാൻ തുടങ്ങിയത്? ആദ്യം 8 വർഷം ഞാൻ ഡൽഹിയിലെ ചാന്ദിനി ചൗക്കിൽ സൈക്കിൾ റിക്ഷ ഓടിക്കുമായിരുന്നു. പിന്നെ ദയയുള്ള ഒരു പണക്കാരനെ പരിചയപ്പെട്ടു. 1.5 വർഷം ഞാൻ അദ്ദേഹത്തിന് ഒരു പൈസ പോലും വാങ്ങാതെ സേവനം ചെയ്തു. അതിനു പകരമായി അദ്ദേഹം എനിക്ക് ഈ പഴയ ഓട്ടോ വാങ്ങിത്തന്നു. അതിനു മുൻപെന്തു ചെയ്യായിരുന്നു? ഗ്രാമത്തിൽ കൂലിപ്പണിയായിരുന്നു. മഴക്കാലത്ത് എന്റെ വീട് ഇടിഞ്ഞു വീണു. പിന്നെ പട്ടിണിയായി. അങ്ങനെയാണ് ഡൽഹിയിലേക്ക് വരാൻ തീരുമാനിച്ചത്. ഗ്രാമത്തിൽ സ്വന്തമായി സ്ഥലമൊന്നുമില്ലായിരുന്നോ? ഇല്ല, ഞങ്ങളുടെ തലമുറയിൽ ആർക്കും സ്വന്തമായി ഭൂമിയില്ല. എനിക്ക് 14-15 വയസ്സുള്ളപ്പോൾ എന്റെ അച്ഛൻ അന്ധനായിപ്പോയി. ഗ്രാമത്തിൽ എനിക്ക് പണിയൊന്നും കിട്ടിയില്ല. വേറെ വഴിയില്ലായിരുന്നു. പക്ഷേ എന്തുകൊണ്ടാണ് ഡൽഹിയിലേക്ക് തന്നെ വരാൻ തീരുമാനിച്ചത്? അതിനയാൾ പറഞ്ഞ മറുപടി കേട്ട് എഴുത്തുകാരി ഞെട്ടിപ്പോയി. അയാൾ പറഞ്ഞു, ഗ്രാമത്തിൽ ഞാൻ തലച്ചുമടാണ് എടുത്തിരുന്നത്. ഒരു രാത്രി ഞാൻ ആലോചിച്ചു, എന്തായാലും എന്റെ തലയ്ക്ക് മുകളിൽ ഒരു മേൽക്കുരയില്ല. പിന്നെ ഗ്രാമത്തിലെ തുറന്ന സ്ഥലത്ത് ഉറങ്ങിയാലെന്താ, ഡൽഹിയിലെ റോഡിൽ ഉറങ്ങിയാലെന്താ? രണ്ടും ഒരുപോലെയല്ലേ? എന്തൊരു നിസ്സഹായാവസ്ഥയാണല്ലേ? ഇപ്പോൾ ഇവിടെ സന്തോഷമുണ്ടോ? വയറു നിറയ്ക്കാൻ വന്നതാണ്, അത് നടക്കുന്നുണ്ട്. തലച്ചുമടെടുക്കുന്നതിനേക്കാൾ നല്ലതാണല്ലോ ഓട്ടോ ഓടിക്കുന്നത്, അല്ലേ? അയാൾ തിരിച്ചു ചോദിച്ചു. എഴുത്തുകാരി അയാളുടെ പ്രായം ചോദിച്ചു. ഒരു 50 വയസ്സുണ്ടാകും എന്നായിരുന്നു മറുപടി. എന്നാൽ എഴുത്തുകാരി കണക്കുകൂട്ടി നോക്കിയപ്പോൾ അയാൾക്ക് 40 വയസ്സിൽ കൂടുതൽ ഉണ്ടാകാൻ വഴിയില്ല. അവർ ചിന്തിച്ചു, അയാളുടെ ക്ഷീണത്തിന്റെ വർഷങ്ങൾ കൂടി അയാളുടെ പ്രായത്തിന്റെ കൂടെ ചേർന്നതാണോ? സംഭാഷണത്തിന്റെ അവസാനം എഴുത്തുകാരി അയാളോട് വളരെ ലളിതമായൊരു ചോദ്യം ചോദിച്ചു. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല ദിവസം എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ചോദ്യം കേട്ടപ്പോൾ എഴുത്തുകാരിയുടെ മനസ്സിൽ വന്നത് മഴയിൽ കുളിച്ചു നിൽക്കുന്ന പച്ചയിലകൾ, നനഞ്ഞ കാറ്റ്, പാതി നനഞ്ഞ റോഡുകളൊക്കെയാണ്. എന്നാൽ രാജാറാമിന്റെ മറുപടി എന്തായിരുന്നു എന്നോ? അയാൾ പറഞ്ഞു, എനിക്കറിയില്ല ഒരു നല്ല ദിവസം എന്താണെന്ന്. 2 നേരത്തെ ഭക്ഷണം കിട്ടിയാൽ അതുതന്നെ വലിയ കാര്യമാണ്. ഈ മറുപടി എഴുത്തുകാരിയുടെ ജീവിതത്തിലെ ആദ്യത്തെ പാഠമായിരുന്നു. അവർ തിരിച്ചറിഞ്ഞു, താനും രാജാറാമും ഒരേ നഗരത്തിലാണ് ജീവിക്കുന്നത്, പക്ഷേ 2 വ്യത്യസ്ത ലോകങ്ങളിലാണ്. ഒന്ന് ഭക്ഷണത്തിന്റെയും വീടിന്റെയും ലോകം, മറ്റത് വിശപ്പിന്റെയും വീടില്ലായ്മയുടെയും ലോകം. പിന്നെ നമ്മുടെ ഈ ടോപ്പ് ട്യൂഷൻ സെന്ററിൽ ചെറിയ ബാഡ് സൈസിലാണ് ഹൈസ്കൂൾ ക്ലാസ്സുകളുള്ളത്. അപ്പോൾ നല്ല മാർക്ക് വേണമെന്നുണ്ടോ? എങ്കിൽ എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ ഫേസ് ടു ഫേസ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യുകയോ അല്ലെങ്കിൽ യൂട്യൂബ് ക്ലാസ്സസ് ഉപയോഗിക്കുകയോ ചെയ്യുക. പാലക്കാട് നിവാസികളെ ടോപ്പ് ട്യൂഷന്റെ ഫേസ് ടു ഫേസ് ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടുതൽ അറിയുവാൻ 8006006363 എന്ന നമ്പറിലേക്ക് വിളിക്കുക. എല്ലാവരും നന്നായി പഠിക്കണം. അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ ബൈ.